ബാർക്കോഴ കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണ മകൻ അദ്ദേഹമാണിപ്പോൾ കണ്ടത് മാധ്യമങ്ങളെ. ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു നേരത്തെ. വെള്ളിയാഴ്ച തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താനായിരുന്നു നിർദ്ദേശം. 3 പ്രാവശ്യം വിളിച്ചിട്ടും അർജുൻ സഹകരിച്ചില്ല എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. MK വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പോലീസിനോട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. തൻ്റെ ഏത് നമ്പറാണ് ഈ അക്കൗണ്ടിൽ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടത് എന്ന് വ്യക്തമാക്കണം തുടങ്ങി പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന അർജുൻ രാധാകൃഷ്ണനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നത്? തീർച്ചയായും വീണ, ഈ ആരോപണങ്ങളോട് രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നത് ഇതില് ഞാൻ ആ ഗ്രൂപ്പിൽ അംഗമായതുകൊണ്ട് മാത്രം ഞാൻ കുറ്റക്കാരനാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നു, ഈ പണപ്പിരിവ് നടത്തിയവർ എവിടെ, ഈ പണം എവിടെ, അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ആ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നത് കൊണ്ട് അതാണോ ഏറ്റവും വലിയ തെറ്റ്? ആ ഗ്രൂപ്പിൽ സ്വാഭാവികമായും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ എൻ്റെ ഭാര്യയുടെ പിതാവിന് ഒരു ബാർ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ, ഞാൻ അതിൽ ഒരു മെമ്പറായിരുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഡ്മിൻ ആയിരുന്നതിൻ്റെ പേരിൽ ഞാൻ എങ്ങനെ കുറ്റക്കാരനാകും? അതിൽ പണപ്പിരിവ് നടത്തിയവർ എവിടെ, ആ പണം എവിടെ, അതല്ലേ അന്വേഷിക്കേണ്ടത്. അല്ലാതെ എൻ്റെ പിന്നാലെ അല്ലല്ലോ നടക്കേണ്ടത് എന്നാണ് അർജുൻ രാധാകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വീണ, ആരോപണം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. സർക്കാരാണ് ഇതിനകത്ത് കുറ്റക്കാർ. കാരണം പണം പിരിച്ചവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ കൃത്യമായി രാഷ്ട്രീയപരമായി ഇതിനെ മുതലെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് അർജുൻ രാധാകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇതിൽ എൻ്റെ പേരിൽ കുറ്റം ചാർത്തേണ്ട ഒരു കാര്യവുമില്ല, ഞാനല്ല ഇതിൻ്റെ കുറ്റക്കാരൻ, ഞാനല്ല. ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ളത് സർക്കാരും അല്ലെങ്കിൽ ബാർ മുതലാളിമാരുമാണ് ചെയ്തിട്ടുള്ളത്, ഞാനതിൽ അംഗമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. വീണ, ക്രൈംബ്രാഞ്ച് നോട്ടീസ് സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടല്ലോ വിനോദ്. അങ്ങനെ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് പറയുന്നതോട്ടെ 3 തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്നൊക്കെയാണ്. എന്താണ് അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം? അർജുൻ രാധാകൃഷ്ണൻ അക്കാര്യത്തിൽ പറയുന്നത്, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷേ ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നില്ല. എന്നോട് അവർ ബന്ധപ്പെട്ടിരുന്നു, ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹാജരാകാൻ പറഞ്ഞിരുന്നില്ല. വീട്ടിൽ നേരിട്ട് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചിരുന്നു. വീട്ടിൽ വരുന്നത് ഒരു പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. സൗഹാർദ്ദപരമായി ക്രൈംബ്രാഞ്ച് അക്കാര്യത്തിൽ തന്നോട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അവർ ഏത് ഘട്ടത്തിലും ഒരു അന്വേഷണത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ ഞാൻ ആളല്ല, ഞാൻ അന്വേഷണത്തോട് സഹകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവർ ആവശ്യപ്പെട്ടാൽ ഒന്നുകിൽ ഓഫീസിലോ അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ വെച്ചോ അവരുമായി സംസാരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വീണ, നമുക്ക് അതിലേക്ക് പോകാം. ഈ ക്രൈംബ്രാഞ്ചുമായി സഹകരിക്കുമെന്ന് തന്നെയല്ലേ പറയുന്നത്? ഇല്ല, ക്രൈംബ്രാഞ്ച് അല്ല, ഏത് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണെങ്കിലും ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മൾ സഹകരിക്കും. അതിൻ്റെ അകത്ത് എന്താ നമുക്ക് പ്രശ്നമുള്ളത്? ആര് വേണമെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചോ, നിങ്ങളെല്ലാവരും വന്ന് ചോദിക്കുന്നു, എനിക്കറിയാവുന്ന മറുപടിയെല്ലാം ഞാൻ പറയുന്നു. അതേപോലെ അവരിങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ എന്താ ഉള്ള മറുപടി പറയാം. ഇതിൻ്റെ അകത്ത് ഒരു പ്രതിയാണോ അതവർ വ്യക്തമാക്കട്ടെ. എന്തുകൊണ്ട് ഞാൻ പ്രതിയാവുന്നു എന്ന് കൂടെ പറയണമല്ലോ. ഇല്ലാത്തൊരു കേസിൽ ഞാൻ എങ്ങനെ പ്രതിയാവും? അപ്പോൾ ഇതിൻ്റെ അകത്ത് പൈസ പിരിച്ചു എന്ന് പറയുന്നവരെ കുറിച്ച് എന്താ പറയത്തെ? അവരുടെ മൊഴി എടുത്തെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടപടി ഉണ്ടായിട്ടുണ്ടോ? FIR ഇട്ടിട്ടുണ്ടോ? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അതല്ലേ ഗവൺമെൻറ് വ്യക്തമാക്കണ്ടേ? ഗവൺമെൻറ് ഇന്ന് വന്ന് പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്ന് ഊരാൻ നോക്കുക. പക്ഷെ അതിൽ നിന്നൊന്നും ഇവർ രക്ഷപ്പെടത്തില്ല. ജനത്തിന് ഇതെല്ലാം കൃത്യമായി അറിയാം. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകനും ആയതുകൊണ്ട് അവർ തികച്ചും ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? തീർച്ചയായും. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടുള്ള വൈരാഗ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ 51 വെട്ട് കൊണ്ട് വെട്ടിയിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയും കറക്റ്റായിട്ടുള്ള പ്രതികൾക്കെതിരെ ശിക്ഷാ നടപടിയും വാങ്ങിക്കൊടുത്ത ഒരാളോട് ഇവർക്ക് പേഴ്സണലി ഒരു ദേഷ്യം കാണും. 2, ഈ സർക്കാർ വന്ന് പെട്ടിരിക്കുന്ന പൊളിറ്റിക്കലിയും വേറെ ഇവർക്ക് കോൺഗ്രസിനോടുള്ള ഒരു വിരോധം കാണും. അതിന് എങ്ങനെയെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കാം. പക്ഷേ ഇതിലവർ ഫ്ലോപ്പായിപ്പോയി. അതുതന്നെയാണ് വീണ പറയുന്നത്. ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എതിരെയുള്ള രാഷ്ട്രീയപരമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ്. ഇതിൽ പണം പിരിച്ചവർ എവിടെ, ആ പണം എവിടെ പോയി, അതൊക്കെ അന്വേഷിക്കേണ്ടേ എന്നാണ് അർജുൻ രാധാകൃഷ്ണൻ ചോദിക്കുന്നത്. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അർജുൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. വീണ, ശരി വിനോദ്.